കല്ലുവാതക്കൽ വട്ടക്കുഴിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട സ്വദേശിയായ 50 വയസ്സുള്ള ഷാജിമോനെയാണ് വാടക വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തായ സന്തോഷും പത്തനംതിട്ട സ്വദേശിയാണ്. ഇന്നലെ രാവിലെ ഷാജിമോൻ തന്റെ അമ്മയെ വിളിച്ച് സ്കൂട്ടറിൽ നിന്ന് വീണത് കാരണം താൻ സുഖമില്ലാതിരിക്കുകയാണെന്ന് അറിയിച്ചു. ഇതിനെ തുടർന്ന് അമ്മ സുഹൃത്ത് സന്തോഷിന്റെ ഭാര്യയെയും കൂട്ടി വാടക വീട്ടിലേക്കെത്തി. മരിച്ച ഷാജിമോന്റെ സുഹൃത്ത് സന്തോഷിന്റെ ഭാര്യയുടെ പ്രതികരണത്തിലേക്ക്. 9 മണിയൊക്കെ കഴിഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പം പുള്ളിക്കാരൻ്റെ ഫോണിൽ പൈസ ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങോട്ട് വിളിച്ചപ്പോഴാണ് പറയുന്നത് എന്നോട്. എനിക്കതുകൊണ്ട് കൂടുതൽ വിവരം അറിയത്തില്ല. വീണെന്നാ പറഞ്ഞ് ഞങ്ങളോട് അവരമ്മയെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത്. രാവിലെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം ഞങ്ങൾ ഇവിടെ 1:30 ഞങ്ങൾ വന്നപ്പം 1 മണി 1:15 ഞങ്ങളിവിടെ വന്നപ്പം അനക്കമൊന്നുമില്ല. ഞങ്ങളന്നേരം മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു. വെള്ളമൊക്കെ കൊടുത്തോണ്ട് കുടിക്കുന്നില്ല. അന്നേരം അനക്കമൊന്നുമില്ല. അന്നേരം ഞാൻ പുള്ളിക്കാരനോട് പറയുകയും ചെയ്തു, എനിക്കൊന്ന് മരിച്ചാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആശുപത്രി കൊണ്ടുപോകും ആംബുലൻസ് വിളിക്കുകയൊക്കെ ചെയ്തത്. നമുക്ക് സംഭവം എന്തുവാന്ന് സൂക്ഷ്മപരമായിട്ട് അറിയത്തില്ല. വീണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആംബുലൻസുകാർ വന്നപ്പോൾ അവർ പറയുന്നു എടുക്കാൻ പറ്റത്തില്ല, അവർ മരിച്ചു കിടക്കുവാന്ന് പറഞ്ഞു. അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ഷാജിമോൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വിളിച്ചിട്ട് എഴുന്നേൽക്കാഞ്ഞത് കാരണം ആംബുലൻസ് വിളിക്കുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവർ എത്തിയപ്പോഴാണ് ഷാജിമോൻ മരിച്ചു എന്ന വിവരം മനസ്സിലാകുന്നത്. തുടർന്ന് കല്ലുവാതക്കൽ 4-ാം വാർഡ് മെമ്പറെ വിവരമറിയിച്ചു. 4-ാം വാർഡ് മെമ്പറായ ശ്രീമതി സുദീപയുടെ പ്രതികരണത്തിലേക്ക്. എൻ്റെ പേര് സുദീപ. ഞാൻ വട്ടക്കുഴിക്കൽ 4-ാം വാർഡ് മെമ്പറാണ്. ഇവിടെ എൻ്റെ വാർഡിൽ പത്തനംതിട്ടയിൽ നിന്ന് 2 പേര് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ മരണപ്പെട്ടതായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ആംബുലൻസുകാരാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ വരുമ്പോൾ ഇവിടെ അടുക്കളയിലാണ് ബോഡി കിടന്നത്. ബാക്കി വിവരങ്ങളൊന്നും അറിയില്ല. ഇതിനെക്കുറിച്ച് പോലീസൊക്കെ വന്നു ഇൻവെസ്റ്റൊക്കെ തയ്യാറാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയാം. ഇവിടെ മരണപ്പെട്ട് കിടക്കുകയാണ് ഉണ്ടായത്. തുടർന്നുണ്ടായ പോലീസ് പരിശോധനയിൽ ഷാജിമോനും സുഹൃത്ത് സന്തോഷും തലേ ദിവസം രാത്രി മദ്യപിച്ചതായി അറിഞ്ഞു. തുടർന്ന് സുഹൃത്തായ സന്തോഷിനെയും അയൽവാസിയെയും പോലീസ് കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി വിദഗ്ധ പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്ഥിരം മദ്യപാനികളായ സന്തോഷും ഷാജിമോനും തലേ ദിവസം മദ്യപിച്ച് വഴക്ക് നടന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. ബോഡിയിൽ അടിപിടി ഉണ്ടായതുപോലുള്ള അടയാളങ്ങളും ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ തെളിവുകൾ ലഭിക്കുകയുള്ളൂ.